ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫാമിലി സ്റ്റാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ സംസാരിക്കാൻ പോകുന്ന ആളെ എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. എല്ലാവരും ഒരേപോലെ നെഗറ്റീവ് കമൻസ് മാത്രം ഇടുന്ന ഒരു വ്യക്തി കൂടിയാണ്. ആദ്യമൊക്കെ പുള്ളിക്കാരനെ എല്ലാവരും ഒരുപാട് പോസിറ്റീവ് കമൻസും എല്ലാവരും അത്രയ്ക്ക് സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. പെട്ടെന്ന് രണ്ടാമതൊരു മാരേജ് ചെയ്യുകയും അതിനെ സംബന്ധിച്ചുള്ള സംസാരങ്ങളും കാര്യങ്ങളും ഇൻ്റർവ്യൂവും കാര്യങ്ങളും ഒക്കെ ആയപ്പോഴാണ് പിന്നെ അതിനുശേഷം സ്വന്തം അമ്മയുടെ ചെട്ടി വീഡിയോ ഒക്കെ എടുത്തിട്ടു എന്ന് പറയുന്നു. പക്ഷേ ഞാൻ ചെട്ടി വീഡിയോ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. അതൊക്കെ ഓരോരുത്തർ പറയുന്നു, കേട്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ വീട്ടിലെ കുറച്ച് പ്രശ്നങ്ങളും അമ്മേനെ തെറി പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം യൂട്യൂബിൽ എടുത്തിട്ട് അങ്ങനെ എയറിലായ ഒരു വ്യക്തിയാണെന്ന് പറയാം. ഇപ്പം തന്നെ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. ഷാജിനെ കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ പുള്ളിക്കാരനെ കുറിച്ച് ഞാൻ മോശമൊന്നും പറയാൻ വന്നതല്ല, അതിൻ്റെ ആവശ്യമില്ല. ഓരോരുത്തരെ നമുക്ക് പേഴ്സണലായിട്ട് അറിയില്ലല്ലോ. ഒരു വിധത്തിൽ പറഞ്ഞാൽ വീട്ടിലെ അമ്മമാരും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. മക്കൾ മാത്രമല്ല പ്രശ്നങ്ങൾ. നമ്മൾ ഓരോ വീട്ടിലും വീട്ടുകാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ നമുക്കറിയാൻ പറ്റുള്ളൂ. ഒരാളെ പറയുന്നത് കേട്ടിട്ട് ഇപ്പോൾ പുള്ളിക്കാരനെ മാത്രമേ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. പുള്ളിക്കാരുടെ ഉമ്മയും ഭർത്താവില്ലാത്തതിൻ്റെ പേരിലും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരിനെ വിഷമിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. വിഷമിപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അതൊക്കെ പുള്ളിക്കാരിക്ക് മാത്രം അറിയാവുന്ന കാര്യം. പക്ഷേ അതിലൊന്നും ഞാൻ ന്യായം പറയുന്നില്ല. രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുണ്ടായിരിക്കും. ഒരാളുടെ ഭാഗത്ത് മാത്രമല്ല തെറ്റുണ്ടായിരിക്കുന്നത്. പുള്ളിക്കാരിയുടെ ഭാഗത്ത് ന്യായമുണ്ടായിരിക്കാം. പക്ഷെ പുള്ളിക്കാരി ചെയ്ത ഒരു തെറ്റാണ് സ്വന്തം ഉമ്മേനെ തെറി വിളിച്ചുകൊണ്ട് അത് സോഷ്യൽ മീഡിയയിലല്ല അത് ചെയ്യേണ്ടത്. അതെന്തെങ്കിലും ഒരു പ്രശ്നം അവരുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അത് അവരുടെ കുടുംബത്തിൽ അല്ലെ കുടുംബക്കാരെ കൂട്ടി അവരത് പറഞ്ഞു തീർക്കണമായിരുന്നു. പുള്ളിക്കാരിയിലെ എല്ലാവരും വെറുക്കാനുള്ള ഒരു മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി ഈ കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വന്ന് ഷോർട്സ് ആയിട്ടും അതുപോലെ തന്നെ ഉമ്മ കടന്ന് തുള്ളുന്നതും ദേഷ്യപ്പെടുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർ ഫാമിലി ആയിട്ട് മാറി മാറി നിന്ന് തെറി വിളിക്കുന്ന വീഡിയോസും എല്ലാം സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് അപ്ലോഡ് ചെയ്തതുകൊണ്ടാണ് ഓരോ ആൾക്കാരും റിയാക്ഷൻ ചെയ്യുന്നത്. ഇപ്പോൾ പുള്ളിക്കാരുടെ ഒരു മെയിൻ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആൾക്കാരും റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരെ തെരഞ്ഞു പിടിച്ചിട്ട് പുള്ളിക്കാരി ലൈവായിട്ട് വന്ന് തെറി വിളിക്കുക, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുക, അല്ലെങ്കിൽ ഷോർട്സ് വീഡിയോസ് ഇടുക അവർക്കെതിരെ. അത് ഏറ്റവും മോശമാണെന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് പുള്ളിക്കാരിനെ എല്ലാ ആൾക്കാരും കൂടുതലും വെറുക്കുന്നത്. അതുപോലെ തന്നെ ഒരിടയ്ക്ക് രമാ മേഡം എന്ന് പറയുന്ന ഒരു മേഡം രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരിക്കെതിരെ കേസ് കൊടുക്കും. കാരണം പുള്ളിക്കാരി ഈ പറയുന്ന വൾഗർ വേർഡ്സ്, ഹാഷായിട്ടുള്ള വേർഡ്സും എല്ലാം അവിടെ കുഞ്ഞു പിള്ളേരാണ് ഉള്ളത്. ആ 5 പിള്ളേരും കേട്ടല്ലേ വളർന്നത്. ഒരു വീട്ടിലല്ലേ വീട്ടുകാരുടെ കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ച് വീഡിയോ എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു മേഡം രംഗത്ത് വന്നിരുന്നു. അപ്പം മേഡത്തിനെതിരെയും പറയാൻ പറ്റില്ല. അതുപോലത്തെ തെറികളും കാര്യങ്ങളും വൃത്തികെട്ട രീതിയിലുള്ള വർത്തമാനങ്ങൾ, അശ്ലീല ചുവയോടുകൂടിയുള്ള വർത്തമാനങ്ങളും കാര്യങ്ങളായിട്ട് പുള്ളിക്കാരി ഷോർട്സ് വീഡിയോ ആയിട്ട് രംഗത്ത് വന്നു. അതും ഒരുപാട് പേര് റിയാക്ഷൻ ചെയ്തു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പുള്ളിക്കാരനെ ഇനിയും സ്നേഹിക്കും. കാരണം എല്ലാവർക്കും തെറ്റുപറ്റും, ക്ഷമിക്കാവുന്നതേ ഉള്ളൂ. ക്ഷമിക്കാനുള്ള മനസ്സ് നമുക്ക് എല്ലാവർക്കും ഉള്ളതുമാണ്. പക്ഷേ പുള്ളിക്കാരി നല്ല രീതിയിൽ വീഡിയോ ചെയ്യട്ടെ, ആരെയും തെറി പറയാതെ. ഇപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുക തന്നെ ചെയ്യും. നമുക്ക് യൂട്യൂബിൽ നമ്മളൊരു വീഡിയോ ഇടുന്നു, ആരും റിയാക്ഷൻ ചെയ്യരുതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഓപ്ഷൻ ഓഫ് ചെയ്തിട്ടാലും ഡൗൺലോഡ് ചെയ്തിട്ടാണെങ്കിലും റിയാക്ഷൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോസ് ആരും റിയാക്ഷൻ ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് യൂട്യൂബിൽ നടക്കുന്ന കാര്യങ്ങളല്ല. ഇപ്പം നമ്മൾ നെഗറ്റീവ് ഇടുന്നത് കൊണ്ടാണ് നെഗറ്റീവായിട്ട് യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഇടുന്നതെങ്കിൽ പോസിറ്റീവായിട്ട് മാത്രം നല്ലത് പറഞ്ഞുകൊണ്ട് മാത്രമേ യൂട്യൂബേഴ്സ് റിയാക്ഷൻ വീഡിയോ ചെയ്യത്തുള്ളൂ. അപ്പം ഷാജിനെ ഇനി ആൾക്കാർ ഇഷ്ടപ്പെട്ട് തുടങ്ങും. പക്ഷേ ഷാജി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുടുംബ കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവരാതിരിക്കുക. ഇപ്പോൾ സ്വന്തം ഉമ്മേനെയൊക്കെ തെറി വിളിച്ചുകൊണ്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും കൂട്ടത്തോടെ ആക്രമിക്കുകയേ ചെയ്യത്തുള്ളൂ. ആരും നല്ലത് പറയത്തില്ല. ഇപ്പോൾ ഷാജിദയുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ പോലും ആരും നല്ലത് പറയാൻ വരില്ല. അപ്പം അങ്ങനെയുള്ള വീഡിയോസും ഹാഷായിട്ടും വൾഗറായിട്ടും ഒക്കെ സംസാരിക്കുന്ന വീഡിയോസ് ഒഴിവാക്കുക. റിയാക്ഷൻ ചെയ്യുന്നവർ ചെയ്യട്ടെ, നമ്മളത് മൈൻഡ് ചെയ്തേക്കും. അപ്പോൾ രേണുസുതി എന്ന വ്യക്തിക്ക് എന്തോരം ആൾക്കാർ റിയാക്ഷൻ വീഡിയോ തീരെ മോശം പറഞ്ഞുകൊണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരി അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നതില്ല. പുള്ളിക്കാരിക്ക് വരുന്ന കമൻസിനെതിരെയാണ് പുള്ളിക്കാരി പ്രതികരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് വരുവാണെങ്കിൽ അതിനെതിരെ മാന്യമായ രീതിയിൽ പ്രതികരിക്കുക. തെറി പറഞ്ഞുകൊണ്ടല്ല. ഇത്രയും ഇതുപോലെ ഇപ്പോൾ ആരെങ്കിലും റിയാക്ഷൻ ചെയ്യണം പറഞ്ഞാൽ അവരെ തെറി പറഞ്ഞുകൊണ്ട് രംഗത്ത് വരാതിരിക്കുക. അതാകുമ്പോൾ ഷാജിദനെ ഇനിയും ആൾക്കാർ ആദ്യം സ്നേഹിച്ചതുപോലെ തന്നെ ആൾക്കാർ സ്നേഹിക്കുക തന്നെ ചെയ്യും. കുറച്ച് ഓവറാണ്, അതൊന്ന് മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷാജി നല്ല വ്യക്തിയായിരിക്കുമെന്നല്ല. നമ്മുടെ വീടിനുള്ളിൽ കാണിക്കേണ്ട കാര്യങ്ങൾ വീടിനുള്ളിൽ കാണിക്കുക. പുറത്ത് നമ്മൾ സംസാരിക്കേണ്ട രീതിയിൽ പുറമേ സംസാരിക്കുക. മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിച്ചിട്ട് പിന്നെ കാര്യമില്ല. നമ്മൾ പറയിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. അത്രയും ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. ഞാൻ മോശമായിട്ട് പറയും. പിന്നെ പുള്ളിക്കാരുടെ ഭർത്താവ് മരിച്ചതിൻ്റെ കാര്യം സംസാരിക്കുന്നു. ഇപ്പം ഞാനെന്ന വ്യക്തി പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ നമുക്കതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. അവർ തമ്മിൽ വഴക്കുണ്ടായിട്ടാണോ തൂങ്ങി മരിച്ചത്, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമുക്കറിയില്ല. അപ്പം നമ്മളതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക. ഇപ്പോൾ അവരുടെ ഇടയിൽ എന്തെങ്കിലും വേറെ റിലേഷൻഷിപ്പോ കാര്യങ്ങളോ ഉണ്ടായിട്ടാണോ, ഇതൊന്നും നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾ സംസാരിക്കരുത്. ആൾക്കാർ ഓരോന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് പേഴ്സണലായിട്ട് ഇവരെക്കുറിച്ച് ഒരു കാര്യങ്ങളും അറിയത്തില്ല. അതുകൊണ്ട് നമ്മളതിനെക്കുറിച്ച് ഞാനതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. അതെങ്ങനെയോ മരിച്ചൊരു വ്യക്തി മരിച്ചുപോയി, അത്ര തന്നെ ഇരിക്കട്ടെ. പിന്നെ പുള്ളിക്കാരി എങ്ങനെയാണോ ആ പുള്ളിക്കാരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ, അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ
പിന്നെ ഇപ്പം രമാ മേഡം എന്ന വ്യക്തിനെ തെറി വിളിച്ചുകൊണ്ട് പുള്ളിക്കാരി രംഗത്ത് വരുന്നുണ്ട്. ആ വോയിസ്, ആ വീഡിയോ ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. അപ്പം കുട്ടികൾ ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ അടുത്തിരുത്തി കേൾക്കാതിരിക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം മാന്യമായ രീതിയിൽ സംസാരിക്കുന്ന ചേച്ചി ആയതുകൊണ്ടാണ് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നത് കേട്ടോ. നമ്മൾ നമ്മുടെ പിള്ളേരുടെ അടുത്ത് വെച്ച് ഇതുപോലുള്ള വീഡിയോസ് കേൾപ്പിക്കാതിരിക്കുക, സൗണ്ട് ഇട്ട് കേൾപ്പിക്കാതിരിക്കുക. അതുകൊണ്ടാണ് ഞാനിപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നെങ്കിലും എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഇത് ആഡ് ചെയ്യുന്നത്. അല്ലാതെ കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ചാണെങ്കിലും സൗണ്ട്സിൽ ഇത് കേൾപ്പിക്കാറില്ല. അപ്പം നിങ്ങൾ കേൾക്കുന്നവരാണെങ്കിലും അങ്ങനെ ശ്രദ്ധിക്കുക. ഏതായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അളക്കം എടി, നിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ടടി എനിക്ക്. കൊണക്കുണ്ട് എന്റെ ഏതോ ഒരു വോയിസ് ഇട്ടിരിക്കണ കോടതി ആയിട്ടുള്ള വക്കീൽ. എടി, ഞങ്ങൾ കാണാത്ത കോടതിയില്ല, ഞങ്ങൾ കാണാത്ത വക്കീലില്ല, ഞങ്ങൾ കാണാത്ത പോലീസ് സാറുമാരില്ല, വേറുള്ളവളുമാരില്ലടി. നിന്റെ കയ്യിൽ അതിന് മാത്രം കൊണക്കിന വക്കീലും കൊണക്കിന വേറുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നീ എന്നാ ആ തെറി വിളിക്കണ ചാത്താമാരന്റെ ചാനൽ ഒന്ന് പൂട്ടിക്കാട്ടെ. എന്നാ നിന്നെ ഞാൻ പെണ്ണാണെന്ന് സമ്മതിച്ചു തരും. ഓക്കെ, അല്ലേ നീ രണ്ടും കെട്ട ജന്മമാണ്. എന്താ പെണ്ണുങ്ങളുടെ ഒരു ഇളക്കം, അതുപോലെ ആണുങ്ങൾക്കും അതേ ഇളക്കം. എടി, നിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ടടി എനിക്ക്. എന്റെ പടച്ചോൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എന്നും വിജയിച്ചിട്ടേ ഇരിക്കും. അത് ഇതുവരെ എനിക്ക് തെളിയിച്ചു തന്നത് എന്റെ പടച്ചോനാണ്. അത് നിന്നെ ഒന്നും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ലടി. അത് നിന്നെ ഒന്നും പിന്നെ വീഡിയോ നിങ്ങൾ കേട്ടല്ലോ. എന്ത് മോശമായിട്ടാണ് ഷാജി സംസാരിക്കുന്നത്. ഇതുപോലെ മോശമായിട്ട് സംസാരിച്ചിട്ട് ബാക്കിയുള്ളവർ റിയാക്ഷൻ വീഡിയോ ചെയ്യരുത്. അവരെ നെഗറ്റീവായിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്ത് പോസിറ്റീവ് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണ്. ഓൾറെഡി ആൾക്കാർ ഇങ്ങനെയുള്ള ന്യൂസ് കാത്തിരിക്കണം. റിയാക്ഷൻ വീഡിയോ ചെയ്യുക തന്നെ ചെയ്യും. ഇപ്പം ഒരിടയ്ക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന പുള്ളിക്കാരൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. ഒരു അത്യാവശ്യം റീച്ചുള്ളൊരു യൂട്യൂബറാണ്. യൂട്യൂബറിൻ്റെ യൂട്യൂബർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോയി അല്ലാതെ ഭീഷണിപ്പെടുത്തി. അതായത് പുള്ളിക്കാരനാണ് ഷാജിയുടെ ഉമ്മയുടെ വോയിസ് ആദ്യമായിട്ട് പുറത്തേക്ക് വിടുന്നത്. ഷാജിദയ്ക്കെതിരെ ഉമ്മ സംസാരിക്കുന്ന വോയിസ് പുറത്തു വിട്ടതിനെതിരെ പുള്ളിക്കാരി ഒരുപാട് ഷോർട്സിൽ വന്ന് തെറിവിളിക്കുകയും അതുപോലെ തന്നെ ജോലി സ്ഥലത്ത് നിന്ന് ഭീഷണിപ്പെടുത്തി അങ്ങനെ ഓരോ പ്രശ്നങ്ങളുടെ പുള്ളിക്കാരി വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനെതിരെ പുള്ളിക്കാരി ഒരുപാട് നെഗറ്റീവ് കമൻസുമായിട്ട് വന്നിട്ടുണ്ട്. നെഗറ്റീവ് കമൻസ് അല്ല, തെറിവിളിയുമായി വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ കണ്ടാണ്. ഒരു ഷെരീഫ് എന്ന വ്യക്തി ഷാജിയുടെ വിഷയം ചർച്ച ചെയ്യുന്ന ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന പുള്ളിയാണ്. അപ്പോൾ പുള്ളിക്കാരനെതിരെയും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ആദ്യം ഭീഷണിയായിരുന്നു, ഇപ്പോൾ തെറിവിളിയാണ്, അങ്ങനെ ഭയങ്കര കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ റിയാക്ഷൻ വീഡിയോ നിങ്ങളത് കാണേണ്ടതാണ്. നമുക്ക് അത്രയ്ക്ക് ചിരി വരും. എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ എന്ത് മാന്യമായിട്ടാണ് സംസാരിക്കുന്നത് അറിയാം. അതുപോലെ മാന്യമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ തന്നെ ഷാജിയുടെ വീഡിയോ ആണെങ്കിലും നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നവരോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുകയാണെങ്കിൽ തന്നെ നമുക്കും ഒരു ചിരി സന്തോഷമൊക്കെ വരും. പക്ഷേ പുള്ളിക്കാർ സംസാരിക്കുന്ന രീതിയാണ് തെറ്റ്. ഏതായാലും നമുക്ക് ഷരീഫ് എന്ന് പറയുന്ന ഐക്കയുടെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. പുള്ളിക്കാരൻ ഗൾഫിലാണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ട് അതൊക്കെ പ്രതിപാദിച്ചുകൊണ്ടാണ് വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. വീഡിയോ ഇടുന്നുണ്ട്. ഷെരീഫ് പറഞ്ഞ നാറി അവന്റെ വീടിന്റെ അടുത്ത് തന്നെ അവനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, അവർക്ക് കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളുണ്ടാവും, ഗൾഫ് നാട്ടിൽ ഇങ്ങനെ വലിയ ആളായിട്ട് അവൻ വീഡിയോസ് ഇടുന്നുണ്ട്. എടോ, ഞാൻ എന്റെ കബീർക്കും കൂടി ഇട്ടുള്ള രഹസ്യങ്ങൾ നിങ്ങളോട് പബ്ലിക്കായിട്ട് വന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. കബീർഖാന്റെ രഹസ്യങ്ങളും ഞങ്ങളുടെ മണിയാണെങ്കിലും ഞങ്ങളുടെ വേറുള്ളത് സ്നേഹം നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾക്ക് തെളിയിക്കേണ്ട ആവശ്യമില്ല. എടാ നാറി ഷെരീഫ്, എന്റെ കെട്ടികൾ എങ്ങനെ മരിച്ചു നീ തെളിയിക്കണം നാറി. ഇങ്ങനെയാണ് സൂപ്പർ വീഡിയോ അല്ലേ പുള്ളിക്കാരൻ്റെ എല്ലാ വീഡിയോസും ഇതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് നമ്മൾ നെഗറ്റീവ് ചെയ്യുന്നത് കൊണ്ടാണ് മറ്റുള്ളവരത് പറഞ്ഞുകൊണ്ട് വരുന്നതെന്ന് ഓർക്കുക. കുറച്ചൊക്കെ ഇത്ര ഹാഷ് വേർഡ്സും വൾഗർ വേർഡ്സും ഒക്കെ യൂസ് ചെയ്യുന്നത് കുറച്ച്, അതായത് ഇങ്ങനെയുള്ള ചാടിക്കേറി ഉടനെ ഷോർട്സ് ഇടുക, ലൈവിൽ വന്ന് വിളിക്കുക, ഇതൊക്കെ കുറച്ചാൽ തന്നെ ഷാജിനെ മറ്റുള്ളവർ ഇഷ്ടപ്പെട്ട് തുടങ്ങുമായിരിക്കാം അല്ലേ. എല്ലാവരും ക്ഷമിക്കുക തന്നെ ചെയ്യും. ക്ഷമിക്കാനുള്ള മനസ്സ് എല്ലാവർക്കും ഉണ്ട്. കുറച്ചൊക്കെ ഓവറാകാതെ മര്യാദയ്ക്കിരിക്കുക, അതായിരിക്കും നല്ലത്.